ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 26-ാമത്തെ ശ്ലോകം. അതച്ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപിത്തം മഹാബാഹോ നൈവം ശോചിതുമർഹസി. അല്ലയോ വീരനായ അർജുന, നീ ഈ ആത്മാവ് നിരന്തരം ജനിക്കുന്നതുമാണ് മരിക്കുന്നതുമാണെന്ന് കരുതുന്നെങ്കിൽ പോലും നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല എന്നാണ് ഇവിടെ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ഇതുവരെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ആത്മാവിൻ്റെ ഏകതയെക്കുറിച്ചും അനശ്വരതയെക്കുറിച്ചുമൊക്കെയാണ്. എന്നാൽ കൃഷ്ണൻ ഇവിടെ ഒന്ന് മാറ്റി സംസാരിക്കുകയാണ് അർജുനനോട്. അതായത്, നീ ആത്മാവിൻ്റെ ഏകതയെക്കുറിച്ചും അനശ്വരതയെക്കുറിച്ചൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. എന്തെന്നാൽ ഈ ലോകത്ത് നിരന്തരം ജീവികൾ ജനിക്കുന്നതും മരിക്കുന്നതും നമ്മൾ കാണുന്നു. പിന്നെ അതേക്കുറിച്ച് ഓർത്തിട്ട് എന്തിനാണ് നീ ദുഃഖിക്കുന്നത്? എല്ലാ ജീവികൾക്കും ഉദ്ഭവം, പരിണാമം, സ്ഥിതി, വളർച്ച, ക്ഷയം, നാശം എന്നീ 6 വികാരങ്ങളുണ്ട്. ഇതിനെ ആർക്കും ഒഴിവാക്കാൻ കഴിയുകയില്ല. എല്ലാവർക്കും നാശം അനിവാര്യമാണ്. അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ചോർത്ത് നീ ആശങ്കപ്പെടുന്നതിൽ എന്തർത്ഥമാണ്, ദുഃഖിക്കുന്നതിൽ എന്തർത്ഥമാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ആത്മാവിൻ്റെ അനശ്വരതയിൽ അർജുനന് ഇത്രയും സംസാരിച്ചിട്ടും ഒരു വിശ്വാസം വരാത്തത് കൊണ്ടാണ് ഭൗതിക ദൃഷ്ടിയാൽ നോക്കിയാലും നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല എന്ന് കൃഷ്ണൻ ഇവിടെ അർജുനനോട് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിനും നാശം നമ്മൾ നിരന്തരം കാണുന്നു. മണ്ണിൽ നിന്നുണ്ടായി മണ്ണിൽ നിലനിന്ന് മണ്ണിൽ ലയിക്കുന്നതാണ് എല്ലാ വസ്തുക്കളും. ഇവിടെ ഒന്നിനും തന്നെ സ്ഥായിയായ ഒരു ഭാവമില്ല എന്ന് അർജുനനെ കൃഷ്ണൻ ബോധിപ്പിക്കുകയാണ്. ഒരു യുദ്ധക്കളത്തിലാണ് അർജുനൻ ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ ആത്മാവിന് ജനനമില്ല, മരണമില്ല, അതുകൊണ്ട് നീ ആരെയും കൊല്ലുന്നുമില്ല, കൊല്ലിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടും അർജുനൻ്റെ ഭയമോ വിഭ്രാന്തിയോ മാറുന്നില്ല. അർജുനൻ ഇപ്പോഴും ഒരു നിശ്ചലാവസ്ഥയിൽ, ഒരു നിസ്സഹായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻ പല രീതിയിലും അർജുനനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർജുനൻ യുദ്ധത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അർജുനൻ്റെ ദൗർബല്യം മാറുക തന്നെ വേണം. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ എന്നിട്ടും അർജുനൻ്റെ ഭയവും വിഭ്രാന്തിയും മാറിയില്ല. അതുകൊണ്ടാണ് ഇനി ഭൗതിക ദൃഷ്ടിയിൽ നോക്കിയാലും എനിക്ക് ദുഃഖിക്കാൻ അവകാശമില്ല എന്ന് കൃഷ്ണൻ അർജുനനെ ബോധിപ്പിക്കുന്നത്. എങ്ങനെയെങ്കിലും അർജുനൻ്റെ നഷ്ടപ്പെട്ട ആ കരുത്ത് വീണ്ടെടുക്കണം. അതാണ് കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. ഈ തത്വം നമുക്കും ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മളൊരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ ദുഃഖിച്ച് വ്യസനിച്ച് ഇരുന്നത് കൊണ്ട് നമുക്കൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളൊരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടു, ഒരു പ്രതിസന്ധിയിൽപ്പെട്ടു. ഇനി അതിനെ അതിജീവിക്കാൻ വേണ്ടി കരുത്താർജിക്കുക തന്നെയാണ് വേണ്ടത്. വരുന്നത് വരട്ടെ എന്ന ചിന്തയിൽ മുന്നോട്ട് പോവുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ള കരുത്ത് കൂടി പോയി നമ്മൾ ദുഃഖിച്ച് നിരാശനായി അങ്ങനെ തീരേണ്ടി വരും. അതുകൊണ്ട് കരുത്താർജിച്ച് മുന്നോട്ട് പോകൂ. നീ ഒരു യുദ്ധക്കളത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിനക്ക് വന്നു പെട്ടു. ഇനി നിനക്ക് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. ഒരു തരത്തിലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ യുദ്ധത്തെ നേരിടുക തന്നെ വഴിയുള്ളൂ എന്നാണ് കൃഷ്ണൻ ഇവിടെ അർജുനനെ ബോധിപ്പിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും.